ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുവാനായി കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ആ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. രാത്രി നമുക്കൊരുമിച്ച് പിന്നെയും ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാം. ഞായറാഴ്ച രാത്രികളിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ എഫ് ലേഖനം തുടർച്ചയായിട്ട് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ആ വാക്യത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എഫ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് 1 മുതലുള്ള വാക്യങ്ങൾ പ്രബോധിപ്പിക്കുന്നത്. അവിടെ ആ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണ വിനയത്തോടെ നടക്കുക, സൗമ്യതയോടെ നടക്കുക, ദീർഘക്ഷമയോടെ നടക്കുക, ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത്, നാം സ്നേഹത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം? പൊറുക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. അപ്പോൾ ഈ പൊറുക്കുക എന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അതായത് സ്നേഹമില്ലെങ്കിൽ നമുക്ക് പൊറുക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന്. അപ്പം സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അന്യോന്യം പൊറുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അന്യോന്യം പൊറുക്കുക എന്നുള്ളതാണ്. പൊറുക്കുക എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ഫോർബെയറിങ്. പൊറുക്കുക എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം അന്യോന്യം സഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അവരെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നമുക്ക് ലഭിക്കുന്നത്. അതായത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുമൊക്കെ പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ എന്നെ ഉൾക്കൊള്ളണം, എന്നെ അംഗീകരിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി തീരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം സ്നേഹത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും അവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ദൈവസഭയ്ക്കകത്ത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. അപ്പം അത് നടക്കണമെന്നുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് എന്തുണ്ടായിരിക്കണം? സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമില്ലെങ്കിൽ ഈ അംഗീകരിക്കൽ, ഉൾക്കൊള്ളൽ, ചേർത്ത് പിടിക്കൽ, താങ്ങൽ അതൊരിക്കലും ഉണ്ടാവുകയില്ല. ഇന്ന് പലപ്പോഴും സഭകൾക്കകത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും അവരെ തകർക്കാനും
മാനസികമായിട്ട് അവരെ ഇടിച്ച് തകർക്കാനുമൊക്കെ പലപ്പോഴും നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷേ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, മറ്റുള്ളവരെ താങ്ങുവാൻ നമ്മൾ പലപ്പോഴും പുറകിലായിട്ട് വരികയാണ്. എന്താ കാരണം? സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. ചില വാക്യങ്ങൾ നമുക്കിതോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു പ്രസ്താവന നമ്മളിവിടെ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അവിടെ കർത്താവ് പറയുക, അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നുത്തരം പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് ഈ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട്, അതായത് 2-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആ ട്രാൻസ്ഫിഗറേഷൻ, കർത്താവിൻ്റെ ആ രൂപാന്തരം, ആ മലയുടെ മുകളിൽ വച്ചുണ്ടാകുന്ന ആ രൂപാന്തരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം അവിടേക്ക് കർത്താവ് എന്ത് ചെയ്തു? അവിടേക്ക് കർത്താവ് എന്താണ്, യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് താനാ മലയിലേക്ക് പോയത്. അപ്പം തൻ്റെ അപ്പോസ്തലന്മാരായിട്ട് താൻ തിരഞ്ഞെടുത്തത് 12 പേരാണ്. ഈ 12 പേരിൽ 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് ഈ മലയുടെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി 9 പേര് ഈ മലയുടെ താഴെ നിൽക്കുകയാണ്. അപ്പം ഈ യേശുവും ഈ 3 പേരും മലയുടെ മുകളിൽ ചെല്ലുന്നു, യേശുവോട് രൂപാന്തരപ്പെടുന്നു, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതേ സമയത്ത് ഈ മലയുടെ താഴെ മറ്റൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അവിടെ ഒരു മനുഷ്യൻ അവൻ്റെ മകനെയും കൊണ്ട് ഈ 9 പേരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിനെ കാണാം എന്നുള്ള ചിന്തയിലായിരിക്കും വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം യേശുവും 3 പേരും ഇല്ല, അവർ മലയുടെ മുകളിലാണ്. അപ്പം താഴെ ഈ 9 പേരുണ്ട്. അപ്പം അവനൊരു വിഷയവുമായിട്ടാണ് വന്നത്. എന്താ വിഷയം? അവൻ്റെ മകന്, അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ്റെ മകന് ഊമനായ ഒരാത്മാവ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം സംസാരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ആത്മാവ് ബാധിച്ച ഒരു പയ്യനെയും കൊണ്ട്, തൻ്റെ മകനെയും കൊണ്ട് സൗഖ്യം ലഭിക്കാനായിട്ട് വന്നത്. അപ്പം വന്നപ്പോൾ ആരാ ഉള്ളത്? ഈ 9 പേരാ താഴെയുള്ളത്. അപ്പം ഇവരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇവർ ഒത്തിരി ശ്രമിച്ചു നോക്കി. ഈ 9 പേര് ഒത്തിരി ശ്രമിച്ചു നോക്കി. പക്ഷേ ഇവർക്ക് ആ ആത്മാവിനെ പുറത്താക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ഇടയ്ക്കൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശാസ്ത്രിമാരൊക്കെ വന്ന് ഈ 9 പേരോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. എന്താ തർക്കിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവും തൻ്റെ ശിഷ്യന്മാർ 3 പേരും കൂടെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുക. എന്താ പ്രശ്നം? തൻ്റെ ബാക്കി 9 പേരുടെ അടുത്ത് ഈ മകനെ കൊണ്ടുവന്ന പിതാവ് മകനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് അവനെ സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട്, ആരോട്? ഈ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ജനത്തോടാണ് യേശു പറയുന്നത്. അല്ലാതെ ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടല്ല പറയുന്നത്. ശിഷ്യന്മാരോട് താൻ സംസാരിക്കുന്നത് പിന്നെയാണ്. ഇപ്പോൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തോട് യേശു പറയുക. അപ്പോൾ ഇവർ തർക്കിക്കുന്നത് എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത്
നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ക്ലൂ നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അതായത് ഈ ശാസ്ത്രിമാർ, പരീശന്മാർ, മഹാപുരോഹിതന്മാർ ഇവരൊക്കെ യേശു ക്രിസ്തുവല്ല, മശിഹയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നടക്കുന്നവരവർ. അവർ യേശു താൻ ക്രിസ്തുവാണ്, മശിഹയാണ് എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാനായിട്ട് പറ്റാതിരിക്കുകയാണ്. അപ്പം മശിഹ അല്ലെങ്കിൽ ക്രിസ്തു വരുമ്പോൾ അവൻ പല അടയാളങ്ങൾ ചെയ്യും എന്നുള്ളത് ഇവർക്കറിയാം. അപ്പം ഇവിടെ ഈ ക്രിസ്തുവിൻ്റെ അധികാരത്തിലാണ് ഇവർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, ഈ ശിഷ്യന്മാർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പം അവർക്കവിടെ ചോദ്യം ചെയ്യാനായിട്ടൊരു വിഷയം കിട്ടി. എന്താ? ഇത് നടക്കാത്തത് കൊണ്ട് യേശു ആരല്ല, ക്രിസ്തുവല്ല, മശിഹയല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇവരെന്ത് ചെയ്യുന്നത്, തർക്കിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ശാസ്ത്രിമാരുടെയൊക്കെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അപ്പം ഇവിടെ സൗഖ്യം നടന്നില്ല, അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഗുരു ക്രിസ്തുവല്ല, മശിഹയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തർക്കിക്കുന്നവരോടാണ് യേശു 19-ാം വാക്യത്തിൽ പറയുന്നത് അവിശ്വാസമുള്ള തലമുറയെ എന്ന് വിളിക്കുന്നത്. അപ്പം അവർ യേശുവിനെ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല. ആര്? ഈ കൂടിയിരിക്കുന്ന ജനം. അവർ യേശുവിനെ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല. അപ്പം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുൻപ് അവൻ പല അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിവർ കണ്ടതാണ്. അപ്പം അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ ഇവിടെ ഒരു കാര്യം നടക്കാനായിട്ട് ഒരൽപ്പം താമസിച്ചപ്പോൾ അവിടെ വച്ച് അവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഈ ജനത്തോട് യേശു ചോദിക്കുക, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും എന്ന്. അതായത് കർത്താവ് ചോദിക്കുന്ന ഇതാണ്, ഞാൻ എല്ലാ കാലത്തും നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ഇപ്പോൾ ചില മണിക്കൂറുകളിലേക്ക് ഞാൻ മലയുടെ മുകളിലേക്ക് പോയി, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോകും. എൻ്റെ ദൗത്യം അതാണ്. അപ്പം ചില മണിക്കൂറുകൾ ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നിൽ അവിശ്വാസമാണ് ഉണ്ടായതെങ്കിൽ ഞാനിവിടുന്ന് ഈ ലോകം വിട്ടു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? അപ്പോൾ അതാ കർത്താവ് അവിടെ ചോദിച്ചത്. എന്നിട്ട് കർത്താവ് ചോദിക്കുക, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. ഇപ്പോൾ കർത്താവ് അവിടെ അത് ചോദിക്കുന്നെങ്കിലും കർത്താവ് അവരെ പൊറുക്കുന്നുണ്ട്, കർത്താവ് അവരെ ഉൾക്കൊള്ളുന്നുണ്ട്, അവരുടെ പ്രശ്നം കർത്താവ് ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുക, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറയുന്നു. അവൻ്റെ ആ പ്രശ്നം കർത്താവ് പരിഹരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് ഇവർ അവിശ്വാസമുള്ളവരാണെങ്കിൽ പോലും അവരെ പൊറുക്കാനായിട്ട്, അവരെ ഉൾക്കൊള്ളാനായിട്ട്, അവരെ താങ്ങാനായിട്ട് കർത്താവ് തയ്യാറാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് എന്നെ വിശ്വസിക്കാതിരിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി ഞാനിവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞാൻ ഓർക്കുക, കർത്താവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, ഞാൻ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ പോയി പണി നോക്കുക, എനിക്ക് നിങ്ങളെ ഒന്നും വിശ്വസിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞേനെ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. കർത്താവ് പറഞ്ഞത്, ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും അവർ വിശ്വസിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ അടയാളം പ്രവർത്തിക്കാനായിട്ട് തയ്യാറാണ്. അതാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അവരെ താങ്ങുക, അവരെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. അവർ ഒരുപക്ഷെ വിശ്വാസത്തിൽ ബലഹീനരായിരിക്കാം, അവർ ഒരുപക്ഷെ ആത്മീയതയിൽ വളർച്ച കുറഞ്ഞവരായിരിക്കാം, അവർ ഒരുപക്ഷെ പല രീതിയിൽ കുറവുകളുള്ളവരായിരിക്കാം. പക്ഷേ
അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരും നമ്മോടൊരുമിച്ച് വളർന്നു വരേണ്ടതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവരെ കരുതുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതാണ് എഫേസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇനി റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം, 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. എന്നിട്ട് പറയുക, 2-ാം വാക്യം പറയുക, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അപ്പം നോക്കിക്കേ, എന്താ ഇവിടെ പറഞ്ഞത്? 1-ാം വാക്യത്തിൽ പറയുക, ശക്തരായ നാം. അപ്പം നമ്മൾ വിശ്വാസത്തിൽ ശക്തരായിരിക്കും. 14-ാം അധ്യായം, റോമാലേഖനം 14-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താണ്, 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നത്, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവൻ. എന്താ നമ്മൾ പറയുന്നത്? അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളണം. ആര് ചേർത്ത് കൊള്ളണം? 15-ാം വാക്യം, ശക്തരായ നാം. അപ്പം നാം വിശ്വാസത്തിൽ ശക്തരാണെങ്കിൽ വിശ്വാസത്തിൽ ബലഹീനരായവരെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അല്ലാതെ ഞാൻ വിശ്വാസത്തിൽ ശക്തനായതുകൊണ്ട് ബലഹീനരായിട്ടുള്ള വിശ്വാസികളെ, വിശ്വാസത്തിൽ ബലഹീനതയുള്ളവരെ കാണുമ്പോൾ അവരെ വിധിക്കുകയും ഇത്ര കാലമായിട്ട് അവൻ വളർന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവനെ തള്ളിക്കളയുകയല്ല ശക്തരുടെ ലക്ഷണം. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൽ ശക്തരായിട്ടുള്ളവരുടെ ദൗത്യമെന്ന് പറയുന്നത്. അതാ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. എന്താണ്? ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അപ്പം അവർ അശക്തരാണ്. അവർ വിശ്വാസത്തിൽ അശക്തരായതുകൊണ്ട് തന്നെ അവർക്ക് പല ബലഹീനതകളും ഉണ്ടാകും. അവർക്ക് പല ബലഹീനതകളും ഉണ്ടാകും. ഈ ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ അവനെ വിധിക്കാനോ അവനെ പരിഹസിക്കാനോ അവനെ പരസ്യമായിട്ട് എന്താണ് നമ്മൾ പറയാറില്ലേ, ഞാനങ്ങോട്ട് അവനെ ഉരിച്ചു എന്നുവെച്ചാൽ എന്നൊക്കെ പറയും. അതല്ല സഭയുടെ ദൗത്യം. അവനെ എന്ത് ചെയ്യുക? വിശ്വാസത്തിൽ അവൻ വളരത്തക്ക രീതിയിൽ അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. എന്താ പറയുന്നത്? ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. എപ്പോഴാണ് നമുക്ക് ഈ ബലഹീനരെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ വരുന്നതെന്നറിയാമോ? നമ്മൾ ഏതാണ്ട് ശക്തരാണ് എന്ന് ചിന്തിച്ച് നമ്മളിൽ തന്നെ പ്രസാദിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാതെ വരുന്നത്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എനിക്കൊരു കുറ്റവുമില്ല, എനിക്കൊരു കുറവുമില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് നമ്മിൽ തന്നെ പ്രസാദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബലഹീനരെ ചേർത്ത് പിടിക്കാൻ, അശക്തരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയാത്തത്. എന്നാൽ നമ്മിലും ഒരു കാലത്ത് ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്നും അല്ല, ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ബലഹീനതകൾ ഉണ്ട് എന്നുമുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബലഹീനരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയും. അത് മറക്കരുത്. അപ്പം
അതാ പറഞ്ഞത്, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. എന്നിട്ട് രണ്ടാം വാക്യം പറഞ്ഞു, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി പ്രസാദിപ്പിക്കണം. അപ്പം നമ്മൾ ആരെ പ്രസാദിപ്പിക്കണം? കൂട്ടുകാരനെ നന്മയ്ക്കായി, ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അപ്പം നമ്മൾ അവനെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അവനെ ചേർത്ത് പിടിക്കാനായിട്ട്, സഹോദര നിനക്ക് ബലഹീനതയുണ്ടെങ്കിലും ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നത് അവൻ്റെ നന്മയ്ക്കും അവൻ്റെ ആത്മീക വർധനവിനും വേണ്ടിയാണ്. അതാ സഭയുടെ ദൗത്യം, അതാണ് സഭയുടെ ദൗത്യം. മറക്കരുത്. ഒരാളെ വിധിച്ച് പുറത്ത് കളയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ അവനെ ചേർത്ത് പിടിച്ച് അവനെ പണിത് കൊണ്ടുവരാനാണ് നമുക്ക് കഴിവ് വേണ്ടത്. അവൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആർക്കും പറ്റും. പക്ഷെ അതല്ല സഭയുടെ ദൗത്യം. അവനെ ചേർത്ത് പിടിച്ച അവനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ സ്നേഹത്തിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹം എല്ലാം പൊറുക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഞാൻ പറഞ്ഞു, പൊറുക്കാൻ നമുക്ക് കഴിയാത്തത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. കാരണം സ്നേഹത്തിൻ്റെ സ്വഭാവവിശേഷമാണെന്ത്? പൊറുക്കുക എന്ന് പറയുന്നത്. ഇനി ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പൻ. അപ്പം 2-ാം വാക്യത്തിൽ പറയുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. ബെയറിങ് ഈച്ച് അതേഴ്സ് ബർഡൻ. മറ്റുള്ളവരുടെ ഭാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചുമക്കാനായിട്ട് തയ്യാറായിരിക്കണം. എന്തു ഭാരം? അതാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ. ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയാം. അതായത് രക്ഷിക്കപ്പെട്ട ദൈവസഭയിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും തെറ്റ് ചെയ്യണമെന്ന് മനഃപൂർവ്വമായിട്ട് അവൻ ആഗ്രഹം കാണത്തില്ല. അവൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണം എന്ന് തന്നെയായിരിക്കും അവൻ്റെ ആഗ്രഹം. എന്നാൽ സംഭവിക്കുന്നത് അവനതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. നിങ്ങളുടെ സഭയിലുള്ള എല്ലാവരോടും ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മോശമായിട്ട് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരും പറയില്ല ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന്. എല്ലാവരുടെയും ആഗ്രഹം നന്നായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ അവർ തെറ്റിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അകപ്പെട്ടു പോവുക. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചില മാസങ്ങൾക്ക് മുമ്പ് പ്രജിൻ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ അവൻ്റെ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. അവർ പെന്തക്കോസ്തുകാരായിരുന്നു. പക്ഷേ നിങ്ങൾ
ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനതിൻ്റെ ഒത്തിരി യൂട്യൂബ് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് വീഡിയോകൾ മുഴുവൻ ഞാൻ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് വാസ്തവത്തിൽ പ്രജിൻ്റെ തെറ്റ് അല്ല. അത് പ്രജിൻ്റെ പാസ്റ്ററുടെയും ആ സഭാവിശ്വാസികളുടെയും അവൻ്റെ മാതാപിതാക്കളുടെയും തെറ്റാണ് അവിടെ സംഭവിച്ചത്. എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയിട്ട് പലതും പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അവനെന്താ സാത്താനാരാധകനായിരുന്നെന്നോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അല്ല, അതൊന്നുമല്ല അതിൻ്റെ കാരണം. സത്യത്തിൽ അവൻ ഒരു കടുത്ത ഡിപ്രഷൻ രോഗിയായിരുന്നു. അവൻ വിഷാദരോഗത്തിനടിമയായിരുന്നു. എന്താണ് അവന് പറ്റിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അവനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവൻ്റെ മാതാപിതാക്കൾ MBBS പഠിക്കാനായിട്ട് ചൈനയിലേക്ക് വിട്ടു. എന്നാൽ എന്തോ കാരണവശാൽ അവൻ ആ പഠിത്തം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് വിട്ടത്. അവൻ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ അവൻ്റെ മാതാപിതാക്കൾ അവരുടെ ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൻ മനസ്സ് തകർന്നവനായിട്ടാണ് വരിക. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സഭയിലേക്ക് ചെന്നപ്പോൾ അവരും പറഞ്ഞത്, ഉറക്ക ഹല്ലേലൂയ പറയുകയും പാട്ട് പാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബന്ധനം അഴിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഭയങ്കര ഉറക്ക ഹല്ലേലൂയ ഒക്കെ പറയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ബന്ധനമൊന്നും അഴിഞ്ഞില്ല. അവസാനം അവന് മനസ്സിലായി അവൻ്റെ സഭയിലെ പാസ്റ്റർ പറയുന്നത് ശരിയല്ല. കാരണം നടക്കാത്ത കാര്യം. ഉറക്ക ഹല്ലേലൂയ പറഞ്ഞാൽ ബന്ധനം അഴിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അത് ചെയ്തു നോക്കി. പക്ഷെ ബന്ധനം അഴിഞ്ഞില്ല. അപ്പോൾ അവന് മനസ്സിലായി ഞങ്ങളുടെ പാസ്റ്റർ പറയുന്നത് കറക്റ്റല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ സഭയിൽ നകന്നു. അത് കഴിഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് എറണാകുളത്ത് മറ്റേതോ ഒരു കോഴ്സിന് പോയി ചേർന്നു. അവിടെ കാരണം അവനൊരു വിഷാദരോഗി, ഡിപ്രഷനിലായതുകൊണ്ട് അവനത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവൻ സഭയിൽ പോകാതായി, പാരൻസുമായിട്ട് ഇടപെടാതായി, റൂമിനകത്ത് അടച്ച് ഒറ്റയ്ക്കിരിക്കുക. എന്താ പ്രശ്നം? അവന് മനസ്സിലായി ആരും എൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവൻ പല പ്രാവശ്യം പറഞ്ഞു എന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണമെന്ന്. അപ്പോൾ അവർ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, സൈക്യാട്രിസ്റ്റിനെ പോലെയുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു, അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞതെന്ന്. സത്യത്തിൽ ആ വീഡിയോ അല്പം മാനസികാരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇദ്ദേഹം ഒരു ഡിപ്രഷൻ്റെ ആളാണ്. അവർ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു എന്നല്ല പറഞ്ഞത്, സൈക്യാട്രിസ്റ്റിനെ പോലുള്ള ഒരു ഡോക്ടറെ കാണിച്ചെന്നാണ് പറഞ്ഞത്. അവസാനം അവൻ കൈവിട്ടുപോയപ്പോൾ എല്ലാവരും പിന്നെയും അവനെ കല്ലെറിയാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, സഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്. മുറിവേറ്റവരെ, തകർന്നവരെ, വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ദൗത്യം. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷനുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും പോവുക എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരനെ രക്ഷിച്ചു കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതിനാർക്കും കഴിഞ്ഞില്ല. എല്ലാവരും പിശാചിനെയും സാത്താനാരാധനയൊക്കെ കുറ്റം പറഞ്ഞ് ബന്ധനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരുന്നിട്ട് അവസാനം അവൻ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവനെ ചേർത്ത് പിടിക്കണം. അവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. മറക്കരുത്. വിശ്വാസത്തിൽ ശക്തരായ നാം അശക്തരായവരെ ചേർത്ത് പിടിക്കണം. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ
സൗമ്യതയുടെ ആത്മാവിൽ. അവനെ പിന്നെയും കുറ്റം പറഞ്ഞ് അവനെ മുറിവേൽപ്പിച്ച്, അവൻ ഓൾറെഡി ആ തെറ്റിലകപ്പെട്ടത് കൊണ്ട് കുറ്റബോധത്തിലും മുറിവേറ്റവനായിട്ടുമായിരിക്കും അവൻ ഇരിക്കുന്നത്. അവനെ പിന്നെയും മുറിവേൽപ്പിക്കുകയല്ല ദൈവസഭ ചെയ്യേണ്ടത്. അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. കാരണം നമ്മെ വിളിച്ചത് അതാണ്, അങ്ങനെയാണ് വിളിച്ചത്, അതിനാണ് വിളിച്ചത്. വിളിച്ച വിളിക്ക് യോഗ്യമായി. ഞാൻ പോട്ടെ എഫെസ് ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, അടുത്തത് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കണം. അത് തകരുന്ന സാഹചര്യങ്ങളൊക്കെ വരും, ഐക്യത തകരുന്ന സാഹചര്യങ്ങൾ വരും, ബന്ധങ്ങൾ തകരുന്ന സാഹചര്യങ്ങൾ വരും. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ പിന്നെ പോകുന്നവൻ പോട്ടെ എന്ന് പറയാനല്ല, അതെളുപ്പമാണ്. അവിടെ പറഞ്ഞത് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാനായിട്ട് ശ്രമിക്കണം. നോക്കിക്കേ, കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ അവിടെ പറയുന്നത് ഒരുവനോട് വഴക്കുണ്ടായാൽ. നമ്മളൊരു സഭയാകുമ്പോൾ വിശ്വാസികൾ തമ്മിൽ വഴക്കുണ്ടാകും, അത് സ്വാഭാവിക. വഴക്കുണ്ടാക്കരുത് എന്നല്ല പൗലോസ് അവിടെ പറഞ്ഞത്. വഴക്കുണ്ടായാൽ എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കണം എന്നല്ല, ഉണ്ടായാൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നാളെ തൊട്ട് വഴക്കുണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ പറയുക, അന്യോന്യം പൊറുക്കണം, അന്യോന്യം ചേർത്ത് പിടിക്കണം. വഴക്കുണ്ടായവനെ തള്ളിക്കളയുകയല്ല, അവനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. എന്നിട്ട് പറയാ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിന് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്? കർത്താവിന് ദേഷ്യം പിടിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കർത്താവിനെ കോപിപ്പിക്കാതിരുന്നിട്ടില്ല. ഞാൻ കർത്താവിനെ രക്ഷിച്ച് കഴിഞ്ഞിട്ടും എത്രയോ പ്രാവശ്യം ഞാൻ കർത്താവിനെ കോപിപ്പിച്ചിട്ടുള്ളയാളാണ്, എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കർത്താവിനെ കോപിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്താവിനെ കോപിപ്പിച്ച നമ്മെ കർത്താവ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? തള്ളിക്കളഞ്ഞിട്ടില്ല. തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഞാനും ക്ലാസ് കേൾക്കാനായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവില്ല. ഞാനിത് പറയുകയും നിങ്ങളിത് കേൾക്കുകയും ചെയ്യുന്നത് നമ്മൾ കർത്താവിനെ കോപിപ്പിച്ചിട്ടും കർത്താവ് നമ്മെ തള്ളിക്കളയാത്തത് കൊണ്ടാണ്. നമ്മൾ കർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടും കർത്താവ് നമ്മളെ തള്ളിക്കളയാത്തതുകൊണ്ട്, നമ്മൾ കർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചിട്ടും കർത്താവ് നമ്മളെ തള്ളിക്കളയാത്തത് കൊണ്ടാണ്. നമ്മൾ കർത്താവിനോട് തെറ്റ് ചെയ്തിട്ടും കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ്. കർത്താവ് ക്ഷമിച്ചു എന്ന് പറയാ, ഞാൻ ക്ഷമിച്ചതുപോലെ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം. വഴക്കൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം
കേരളത്തിലൊരു എനിക്കൊന്ന് അവർ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്ന് അവർ പറയുന്നത് ആയിരിക്കാം. അതിൻ്റെ കുറച്ച് ഭാരവാഹികൾ എഴുതിയൊരു കത്തിങ്ങനെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ വായിച്ചു. അധികാരികൾ തമ്മിൽ വടംവലിയ, അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് തമ്മിൽ വടംവലിയ. അതിൻ്റെ പേരിൽ ഒരു കോടതിയിൽ കേസ് വരെ പോയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതാണോ സഭ? ഇതിൻ്റെ പേരാണോ സഭ? സഹിക്കാൻ ക്ഷമിക്കാൻ തയ്യാറില്ലാതെ അധികാരത്തിനും തൻ പ്രമാണിത്വത്തിനും അവനവൻ്റെ അഭിപ്രായം സ്ഥാപിക്കപ്പെടേണ്ടതിനും തൻ്റെ പ്രമാണിത്വം സ്ഥാപിക്കപ്പെടേണ്ടതിനുമായിട്ട് ദൈവമക്കൾ കർത്താവിൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്ന, അവരധ്വാനിക്കുന്നതിൽ നിന്ന് കൊടുക്കുന്ന പണമെടുത്ത് ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുത്ത് കേസ് നടത്തുന്നതാണോ സഭ? ഞാനൊരു കാര്യം പറയാം. കേരളത്തിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൈസ കൊടുക്കുന്നവരുടെ വീട്ടിലൊന്നും പണം കായ്ക്കുന്ന മരമില്ല. അവരത് പിടിച്ച് കുലുക്കുമ്പം താഴേക്ക് വീഴുന്ന പൈസ എടുത്തിട്ടല്ല കൊടുക്കുന്നത്. അവർ രാത്രിയും പകലും അധ്വാനിച്ച് ഓവർ ടൈം ചെയ്ത് ത്യാഗപൂർണമായിട്ട് കൊടുക്കുന്ന പൈസയാണ്. അതെടുത്ത് കോടതിയിലും വക്കീലിനും ഒക്കെ കൊടുക്കാനായിട്ടല്ല അവർ കൊടുക്കുന്നത്. ഒരു നാൾ ദൈവസന്നദ്ധയിൽ കണക്ക് പറയേണ്ടി വരും. ഇവരൊക്കെ ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ മുൻപോട്ട് പോകുന്നവർ, അവർ ജനറൽ പ്രസിഡൻ്റ് ആയാലും സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയാലും കർത്താവിൻ്റെ മുമ്പിൽ ഒരു നാൾ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് മറക്കരുത്. ഞാനത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന ക്ലാസ് ആയത് അവരൊക്കെ കേൾക്കണം. അവർ ജനറൽ പ്രസിഡൻ്റ് ആയാലും സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയാലും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. മറക്കരുത്. കർത്താവ് പറഞ്ഞത് ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. വഴക്കൊക്കെ ഉണ്ടാകും മക്കളെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അവിടെയൊക്കെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയണം. എഫേസ് ലേഖനം പഠിച്ചു വരുമ്പോൾ ഇതേ വാക്യം അവിടെ വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, 1 പത്രോസ് 1:22, അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഇതാണ്: എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. നിർവ്യാജമായ സഹോദരപ്രീതിക്കായി എന്ന് വെച്ചാൽ ഈ സ്നേഹം അതൊരു ആക്ടിംഗ് അല്ല, അഭിനയമല്ല, നിർവ്യാജമാണ്. ആ സ്നേഹത്തിനായിട്ട് നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നുണ്ട്, നിർമ്മലീകരിച്ചിരിക്കുന്നതുകൊണ്ട് അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ആ സ്നേഹത്തിൻ്റെ ബന്ധം, സമാധാന ബന്ധം കാക്കുവാനായിട്ട് ശ്രമിക്കുക. വിശ്വാസത്തിൽ ബലഹീനരെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം, കാണേണ്ടി വന്നേക്കാം. അവരെ ചേർത്ത് പിടിക്കുക. വഴക്കുണ്ടാകുന്ന, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അവിടെ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുക. അതാണ് വിളിക്ക് യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ തത്വങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്കിടയായിത്തീരട്ടെ. നമ്മുടെ സഭകൾക്കകത്ത് ഇതാണ് നടക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കേണ്ടത്. നമുക്ക് അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാൻ, ആരോടെങ്കിലും വഴക്കുണ്ടായിട്ട് അത് ക്ഷമിക്കുവാൻ കഴിയാതെ ഇന്നും കയ്പും വൈരാഗ്യവുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ അന്യോന്യം പൊറുക്കുകയും വഴക്കുണ്ടായാൽ പരസ്പരം ക്ഷമിക്കുകയും ചെയ്യണം. വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കണം. അവരെ ഉൾക്കൊള്ളുവാൻ, അവരെ താങ്ങുവാൻ, അവരെ വളർത്തുവാൻ ഇടയായിത്തീരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവെ, വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ ആത്മീക വർധനവിനായിട്ട്, അവരുടെ വളർച്ചയ്ക്കായിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മധ്യത്തിൽ വഴക്കുകളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് ഞങ്ങളോട് പൊറുത്തതുപോലെ അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ദൈവം സഹായിക്കണം. അവിടുത്തെ കൃപ പകരണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.